മനുഷ്യന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പണിയെടുക്കുവാൻ സാധിക്കുന്ന ഉപകരണങ്ങൾ വന്നാൽ പിന്നെ അടിമകളെ ആവശ്യം വരില്ല എന്നുള്ളത് അന്നത്തെ കാലത്ത് അടിമത്വം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതുന്ന ഒരു കാര്യമാണ്. എങ്ങനെ ഭാവി വരുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. യന്ത്രങ്ങൾ എല്ലാം ജോലി ചെയ്യുകയും നമ്മളിങ്ങനെ ചർച്ച നടത്തി ഭക്ഷണം കഴിച്ച് സിനിമ കണ്ട് കാറ്റേറ്റൊക്കെ മനുഷ്യർക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്ന എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു കാലത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ സന്തോഷകരമായിരിക്കും. അതല്ല, യന്ത്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മുഴുവൻ കൈയടക്കുകയും ബാക്കി എല്ലാ ആളുകളും ദരിദ്രരായി മാറുകയുമാണ് ചെയ്യുന്നതെങ്കിൽ അത് വല്ലാത്ത പ്രശ്നത്തിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾ ചാറ്റ് ജി പി ടി ചോദിച്ചാൽ മതി, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അപ്പോൾ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾ ആരാണ് എന്നുള്ളത് പറഞ്ഞു തരും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ വരെ നിങ്ങളുടെ സെർച്ച് എഞ്ചിനുകൾ മുഴുവൻ നോക്കി നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ഓഫിലാണോ വാങ്ങിക്കുന്നത്, നിങ്ങൾ ബ്രാൻഡിലാണോ വാങ്ങിക്കുന്നത്, നിങ്ങൾ മാളിലാണോ നിൽക്കുന്നത്, നിങ്ങൾ പാർക്കിലാണോ നിൽക്കുന്നത്, എല്ലാം ഡാറ്റ ഉണ്ട് അവർക്ക് എടുത്ത്. നേരത്തെ പ്രോഗ്രാം എഴുതാൻ നമുക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ അല്ലേ, ഞാൻ എഴുതിയ പ്രോഗ്രാമിലല്ലേ നീ ഓടുള്ളൂ. ഇപ്പൊ പ്രോഗ്രാം എഴുതാണ് ജെന്നൈ. റോബോട്ട് ഇപ്പൊ റോബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. നേരത്തെ നമുക്കൊരു അഹങ്കാരമായിരുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയാലേ നീ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ അങ്ങനെ സാങ്കേതിക വിദ്യയുടെ വലിയ മാറ്റം, പുതിയ വെല്ലുവിളികൾ എല്ലാ മേഖലയിലും ഉയർത്തുന്നുണ്ട്.